വി ശിവൻകുട്ടി ആസ് എ മന്ത്രി എന്ന നിലയ്ക്ക് നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. അതേസമയം അദ്ദേഹത്തെ വിമർശിക്കാനുള്ള കാരണങ്ങളുണ്ട്. അദ്ദേഹം വിമർശനത്തിന് അതീതനൊന്നുമല്ല. അപ്പം അദ്ദേഹത്തെ സംഘപരിവാറുമായി ചേർത്ത് വിമർശിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? PM ശ്രീ എന്ന് പറഞ്ഞാൽ CPIM-ൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു. PM ശ്രീ എന്ന് പറയുന്നത് സെക്കുലറിസത്തിനെതിരാണ്, ഫെഡറലിസത്തിനെതിരാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചവരാണ് CPIM-കാർ. ആ നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളതെന്നാണ് മലയാളികളായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മെ ആകമാനം വഞ്ചിച്ചുകൊണ്ട് ആരും അറിയാതെ, നമ്മളോട് കൺസൾട്ട് ചെയ്യാതെ, ജനങ്ങളോട് പറയാതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഒളിച്ചുപോയി PM ശ്രീ പരിപാടിയിൽ ഒപ്പിട്ടവരാണ് സംസ്ഥാന സർക്കാർ. ആ PM ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് തലപ്പത്തിരിക്കുന്ന വി ശിവൻകുട്ടി വിമർശിക്കപ്പെടും. സ്വാഭാവികമല്ലേ? അവിടെ ശിവൻകുട്ടി വിമർശിക്കപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ശിവൻകുട്ടി ഒറ്റക്കെടുത്തൊരു തീരുമാനം അദ്ദേഹം പോയി PM ശ്രീയിൽ ഒപ്പിട്ട് നടപ്പിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒപ്പിട്ടതിൻ്റെ വാർത്ത വരുന്നതിൻ്റെ തലേദിവസം കൂടി ശിവൻകുട്ടിയുടെ ചിന്തയിൽ ലേഖനം വന്ന് നമുക്കറിയാം PM ശ്രീക്കെതിരെ. അപ്പോൾ അതിനകത്ത് ചില കളികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കളിയുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ശിവൻകുട്ടിക്ക് ബാധ്യതയുണ്ട്. ശിവൻകുട്ടി സ്വാഭാവികമായിട്ടും വിമർശിക്കപ്പെടും. PM ശ്രീയിൽ ഒപ്പിട്ട നിങ്ങളാണോ മതനിരപേക്ഷവാദം പറയുന്ന ആൾക്കാർ? മലയാളികളെ പറ്റിച്ച് PM ശ്രീയിൽ ഒപ്പിട്ട താങ്കൾക്ക് അതെങ്ങനെ പറയാൻ അർഹതയുണ്ടെന്ന് ചോദിക്കും. ആ ചോദ്യം കേൾക്കാൻ ശിവൻകുട്ടി ബാധ്യസ്ഥനാണെന്ന് ഞാൻ പറയുക. അതിൽ നിന്ന് ശിവൻകുട്ടിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചെയറിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ശിവൻകുട്ടി അസ്വസ്ഥനാവുന്നത്. നിങ്ങൾ നിയമത്തിൽ ഒന്ന് മത്സരിക്കുമെന്ന് പറയുന്നത് ആ വാദത്തിന് യാതൊരു കഴമ്പുമില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, ലീഡേഴ്സ് എല്ലാവരും അവരുടെ മണ്ഡലം മാറട്ടെ. അടുത്ത തവണ BJPക്ക് കൂടുതൽ ത്രെട്ട് കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് ധർമ്മടത്ത് നിന്ന് മാറി പിണറായി വിജയൻ മത്സരിക്കട്ടെ. അങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ? അങ്ങനെ പോയി മത്സരിച്ചാണോ BJPക്കെതിരായിട്ടുള്ള പൊസിഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ ഉറക്കെ പറയേണ്ടത്? BJPക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിനൊപ്പിച്ച് തൻ്റെ മുന്നണിപ്പടയെ ആകമാനം ഒരുക്കുക, അവിടെയാണ് ലീഡർ അടയാളപ്പെടുത്തുക. അല്ല ആ ലീഡർ എവിടെ പോയി മത്സരിക്കുന്നു എന്ന ക്വസ്റ്റ്യനാണോ? ധർമ്മടം എന്ന് വെച്ചാൽ CPM-ൻ്റെ ഉരുക്ക് കോട്ടയാണ്. അവിടെയാണോ പിണറായി വിജയൻ മത്സരിക്കേണ്ടത്? ഉരുക്ക് കോട്ട അല്ലാത്തൊരു സ്ഥലത്ത് പോയി മത്സരിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മുന്നണി, അതിൻ്റെ നിലപാട്, ആ നിലപാട് രൂപപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ്റെ റോൾ, അതാണ് പ്രധാനം. അതേ നമുക്ക് അസസ് ചെയ്യാൻ പറ്റൂ. മറ്റേതൊരു വിദണ്ഡവാദമാണ്. അപ്പോൾ ഈ ഈഗോ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുന്ന വിദ്വേഷികളായ മനുഷ്യരെ ഒപ്പം നിർത്തുന്ന ഒരു സംഘമായിട്ട് നിൽക്കുന്നു, മുഖം കുനിച്ച് നിൽക്കുന്നു. കാരണം ജയിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴികളില്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന വിഷക്കൂട്ടങ്ങളെ ഒപ്പം ചേർത്താലേ പോകാൻ കഴിയും. അത് കുറച്ച് ഉളുപ്പുള്ള പരിപാടിയാണല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പന്നപ്പണിയല്ലേ കാണിക്കുന്നതെന്ന് അപ്പുറത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അയാളെയും കൂടെ ഈ ചെളി തെറിപ്പിച്ച് കൂട്ടാനുള്ള എന്നാൽ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നു. അല്ലെങ്കിൽ എന്താണ് ഉറക്കെ പറയണം മതനിരപേക്ഷത നിലപാട്, ഞങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞ ഇതാണ്, വർത്തമാനത്തിലും ഞങ്ങൾ ആ പൊസിഷൻ പക്കായിട്ട് എടുക്കും എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.